ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലുമൻ ക്രിസ്റ്റോ 101 ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിവസം 22 വിശുദ്ധ മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 11-12 അധ്യായമാണ് നാം ഇന്ന് വായിക്കുന്നത്. യേശുവിന്റെ യെരുശലേം പ്രവേശനവും സ്നേഹത്തിന്റെ കൽപ്പനയുമാണ് 11-12 അധ്യായങ്ങളുടെ സാരം. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം അധ്യായം 11 രാജകീയ പ്രവേശം. അവർ ജെറുസലേമിനടുത്ത് ഒലിവുമലയ്ക്ക് സമീപമുള്ള ബേത്ഫഗയിലും ബെഥാനിയായിലും എത്തിയപ്പോൾ അവർ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയുക, കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ തിരിച്ചയക്കുന്നതാണ്. അവർ പോയി തെരുവിൽ ഒരു പടിവാതിൽക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവരിൽ ചിലർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? യേശു പറഞ്ഞ പോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു. അവർ അവരെ അനുവദിച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് അതിന്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ അതിന്മേൽ കയറിയിരുന്നു. വളരെയേറെ പേർ തിരുവീതിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റുള്ളവരാകട്ടെ വയലിൽ നിന്ന് മുറിച്ച പച്ചില കൊമ്പുകളും. അവന്റെ മുമ്പിലും പിൻപിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, നമ്മുടെ പിതാവായ ദാവീദിന്റെ വരാനിരിക്കുന്ന രാജ്യം അനുഗ്രഹീതം, ഉന്നതങ്ങളിൽ ഹോസാന. അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി ചുറ്റും നോക്കി. എല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിനാൽ 12 പേരോടും കൂടെ ബെഥാനിയയിലേക്ക് പോയി. അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. അടുത്ത ദിവസം അവർ ബെഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശന്നു. അകലെ ഇലകളുള്ള ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. ദേവാലയ ശുദ്ധീകരണം. അവർ ജെറുസലേമിലെത്തി. അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടുപോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. പഠിപ്പിച്ചുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു, എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? എന്നാൽ നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർക്കിയിരിക്കുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഇത് കേട്ട് അവനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് അന്വേഷിച്ചു. കാരണം അവനെ അവർ ഭയപ്പെട്ടു. ജനക്കൂട്ടം മുഴുവൻ അവന്റെ പ്രബോധനങ്ങളെക്കുറിച്ച് വിസ്മയിച്ചിരുന്നു. വൈകുന്നേരമായപ്പോൾ അവർ നഗരത്തിന് വെളിയിലേക്ക് പോയി. വിശ്വാസത്തിന്റെ ശക്തി. അവർ രാവിലെ അത്തിമരത്തിന്റെ സമീപത്തൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവനെ അനുസ്മരിച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഗുരു, നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു അവരോട് പ്രതിവചിച്ചു, ദൈവത്തിൽ വിശ്വാസമുണ്ടായിരിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഉയർന്ന് കടലിൽ പതിക്കട്ടെ എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും. യേശുവിന്റെ അധികാരം. അവർ വീണ്ടും ജെറുസലേമിൽ വന്നു. അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ശ്രേഷ്ഠന്മാരും അവന്റെ അടുത്തെത്തി. അവൻ അവനോട് ചോദിച്ചു, എന്തധികാരത്തിലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? ഇവ ചെയ്യുന്നതിന് ആരാണ് നിനക്ക് ഈ അധികാരം നൽകിയത്? യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, എന്നോട് ഉത്തരം പറയുവിൻ. എങ്കിൽ എന്തധികാരത്തിലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് പറയാം. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഉത്തരം പറയുവിൻ. അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും. എന്നാൽ മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാലോ? അവർക്ക് ജനക്കൂട്ടത്തെ ഭയമായിരുന്നു. കാരണം യോഹന്നാൻ
യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു. അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ യേശു പറഞ്ഞു, എന്ത് അധികാരത്തിലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം അധ്യായം 12. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ. യേശു അവരോട് ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു. ഒരു ഗോപുരവും പണിതു. അത് കൃഷിക്കാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് അവൻ യാത്ര പോയി. സമയമായപ്പോൾ മുന്തിരിഫലങ്ങളിൽ നിന്ന് തന്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് ഭൃത്യനയച്ചു. എന്നാൽ അവർ അവനെ പിടിച്ചടിക്കുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തു. വീണ്ടും അവൻ മറ്റൊരു ഭൃത്യനയച്ചു. അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിച്ചയക്കുകയും ചെയ്തു. അവർ വീണ്ടും ഒരുവനയച്ചു. അവനെ അവർ കൊന്നുകളഞ്ഞു. മറ്റു പലരെയും അയച്ചു. ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അവന് ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു, തന്റെ പ്രിയപുത്രൻ. എന്റെ പുത്രനെ അവർ മാനിക്കുമെന്ന് പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരൂ, ഇവനെ നമുക്ക് കൊന്നുകളയാം, അവകാശം നമ്മുടേതാകും. അവർ അവനെ പിടിച്ചുകൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു. ഇനി മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും? അവൻ വന്ന് ആ കൃഷിക്കാരൻ നശിപ്പിച്ചിട്ട് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ? പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു. തങ്ങൾക്കെതിരെയാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് അവർ അവനെ വിട്ടുപോയി. സീസറിന് നികുതി. അവനെ വാക്കിൽ കൊടുക്കുന്നതിന് വേണ്ടി കുറെ ഫരിസേരെയും ഹെരോദ്യരെയും അവർ അവന്റെ അടുത്തേക്ക് അയച്ചു. അവർ വന്ന് അവനോട് പറഞ്ഞു, ഗുരു, നീ സത്യവാനാണെന്നും ആരാലും സ്വാധീനിക്കപ്പെടാത്തവനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനാണെന്നും ഞങ്ങൾ അറിയുന്നു. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? ഞങ്ങൾ കൊടുക്കണമോ വേണ്ടയോ? അവരുടെ കാപട്യം മനസ്സിലാക്കി അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിന് എന്നെ പരീക്ഷിക്കുന്നു? ഒരു ദനാറ എന്റെ അടുത്ത് കൊണ്ടുവരിക, ഞാൻ കാണട്ടെ. അവർ അത് കൊണ്ടുവന്നപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? അവർ അവനോട് പറഞ്ഞു, സീസറിൻ്റേത്. യേശു അവരോട് പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അപ്പോൾ അവർ അവനെക്കുറിച്ച് വിസ്മയിച്ചു. ഉദ്ധാനത്തെക്കുറിച്ച് വിവാദം. അനന്തരം ഉദ്ധാനമില്ല എന്ന് പറഞ്ഞിരുന്ന സദുക്കായർ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവന്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവനു വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശെ എഴുതിയിട്ടുണ്ട്. ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു. അവൻ സന്താനമില്ലാതെ മരിച്ചു. രണ്ടാമൻ അവളെ സ്വീകരിച്ചു. അവനും സന്താനമില്ലാതെ മരിച്ചു. മൂന്നാമനും അങ്ങനെ തന്നെ. ഇങ്ങനെ 7 പേരും സന്താനമില്ലാതെ മരിച്ചു. ഏറ്റവും അവസാനം ആ സ്ത്രീ മരിച്ചു. ഉദ്ധാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും? കാരണം അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? എന്തെന്നാൽ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ദൈവം ഉൾപ്പടർപ്പിൽ നിന്ന് മോശയോട് അരുൾ ചെയ്തതെന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് പറഞ്ഞു, ഞാൻ അബ്രഹാത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവുമാണ്. അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, പ്രത്യുത ജീവിക്കുന്നവരുടെയാണ്. നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. സുപ്രധാന കൽപ്പനകൾ. ഒരു നിയമജൻ വന്ന് അവരുടെ വിവാദം കേട്ടു. അവൻ നന്നായി അവരുടെ ഉത്തരം പറയുന്നതെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രഥമമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവദിച്ചു, ഒന്നാമത്തേത് ഇതാണ്, ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തേത് ഇതാണ്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പന വേറെയില്ല. നിയമജ്ഞൻ അവനോട് പറഞ്ഞു, ഗുരു, ശരി തന്നെ, അങ്ങ് സത്യമായി പറഞ്ഞു.
ഇവിടുന്ന് ഏകനാണെന്നും അവിടെ നല്ലാതെ വേറൊരുവനില്ലെന്നും അവിടത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെക്കാൾ മഹനീയമാണെന്നും അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു. ഇത് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ആരും ഒന്നും ചോദിക്കാൻ മുതിർന്നില്ല. ക്രിസ്തു ദാവീദിന്റെ പുത്രൻ. ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത് എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ അവന്റെ പുത്രനാകുന്നത്? വലിയ ജനക്കൂട്ടം സന്തോഷപൂർവ്വം അവനെ ശ്രവിച്ചു. നിയമജ്ഞരെ വിമർശിക്കുന്നു. അവൻ ഇങ്ങനെ പഠിപ്പിച്ചു, നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാൻ അവർ ആഗ്രഹിക്കുന്നു. കൂടാതെ പൊതുസ്ഥലങ്ങളിൽ അഭിവാദ്യവും സിനഗോഗുകളിൽ ഉന്നത പീഠങ്ങളും വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും. എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നെന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. അവയുടെ കാണിക്ക. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും അധികം നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ ചെന്ന് ചില്ലിക്കാശിന് 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. അവൻ തന്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെയുംക്കാൾ കൂടുതലായി ഈ ദരിദ്ര വിധവ ഇട്ടിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഇട്ടു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിലുള്ള വക മുഴുവനും ഇട്ടിരിക്കുന്നു. ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കാനും വിധവയുടെ കാണിക്ക പോലെ ഹൃദയപൂർവ്വം നമ്മെ തന്നെ സമർപ്പിക്കാനും ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം.